ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയുടെ ഗുരുനാഥിയായിട്ടാണ് സാർവത്രിക സഭയിൽ അമ്മ ത്രേസ്യ അറിയപ്പെടുന്നത്. പ്രാർത്ഥനയുടെ ഗുരുനാഥിയായ അമ്മ മനുഷ്യാത്മാവിനെ ചിത്രീകരിക്കുന്നത് ഇപ്രകാരമാണ്. 7 സദനങ്ങളുള്ള മനോഹരമായൊരു കൊട്ടാരമാണ് ആത്മാവ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേന്ദ്രത്തിലുള്ള മുറിയിലാണ് ദൈവം താമസിക്കുന്നത്. മനുഷ്യാത്മാവ് ഒരു പട്ടുനൂൽ പുഴുവിനെ പോലെ പ്രാർത്ഥനയിലൂടെയും സുഹൃത അഭ്യസനത്തിലൂടെയും പോഷിപ്പിക്കപ്പെട്ട് പടിപടിയായി നവീകരിക്കപ്പെട്ട് ദൈവം വസിക്കുന്ന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു. ദൈവമഹിമയിൽ മറഞ്ഞ അവിടുത്തോട് ഐക്യപ്പെട്ട് പുറത്തു വരുന്ന ആത്മാവിനെ ആകർഷകമായ ചിത്രശലഭത്തോടാണ് അമ്മ ഉപമിക്കുന്നത്. ഈ 7 സദനങ്ങളിലൂടെയും സഞ്ചരിച്ച് വിദേശശ്രീ ലാളിതയായി പുറത്തു വന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വ്യക്തിത്വം ആരെയും ആകർഷിക്കുന്നതായിരുന്നു. പ്രായോഗിക ബുദ്ധിയും നർമ്മബോധവും വിശുദ്ധയുടെ കൂടപ്പിറപ്പുകളായിരുന്നു. സലമാങ്കയിലെ പുതിയ ആശ്രമത്തിൻ്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കെ പുണ്യവതിയും രോഗിണിയായ ഒരു കൂട്ടുകാരിയും ജീർണിച്ച ഒരു പടുകൂറ്റൻ കെട്ടിടത്തിൽ രാത്രി കഴിക്കുവാൻ ഇടയായി. വയസ്സഗതിയായ കൂട്ടുകാരി അമ്മയോട് ഇപ്രകാരം ചോദിച്ചു: ഞാനിവിടെ കിടന്നു മരിച്ചാൽ അമ്മ തനിയെ എന്തു ചെയ്യും? സമചിത്തത കൈവടിയാതെ ത്രേസ്യ പ്രതിവദിച്ചു: അത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. തൽക്കാലം ഞാനൊന്ന് ഉറങ്ങട്ടെ. വയലിലെ ലില്ലിപ്പൂക്കളെയും ആകാശത്തിലെ പറവകളെയും സംരക്ഷിക്കുന്ന സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവിൻ്റെ കരതലങ്ങളിൽ താൻ സുരക്ഷിതയാണെന്ന് ഉറച്ച വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു. ഭാവി ഭവിഷ്യത്തുകൾ ഒരിക്കലും അമ്മയെ അലട്ടിയിരുന്നില്ല. ദൃഢചിത്തയും സ്ഥിരോത്സാഹവുമുള്ള അമ്മയുടെ ജീവിതത്തിൽ നിന്ന് അമ്മ പറഞ്ഞ ഏതാനും സൂക്തങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഉഴുതൊരുക്കാത്ത നിലം എത്ര തന്നെ വളക്കൂറുള്ളതായിരുന്നാലും കളകളും മുൾച്ചെടികളും മാത്രമേ അതിൽ നിന്ന് വളരുകയുള്ളൂ. മനുഷ്യൻ്റെ ബുദ്ധിയും അതുപോലെ തന്നെ. ബന്ധപ്പെടുന്ന ഓരോരുത്തരുടെയും മനോഭാവത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. സന്തുഷ്ടരോടൊന്നിച്ച് സന്തോഷിക്കുക. ദുഃഖിതരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുക. ചുരുക്കത്തിൽ എല്ലാവരെയും നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായിരിക്കുക. ഓരോ ദിവസവും 50 പ്രാവശ്യം ദൈവത്തിന് ആത്മാർപ്പണം ചെയ്യുക. നിത്യത്വം ലക്ഷ്യമാക്കിയുള്ള അമ്മയുടെ ജീവിത പ്രയാണത്തിൽ അമ്മ അഭ്യസിച്ച ഈ സുഹൃതങ്ങളെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രായോഗികമാക്കാം.